രാഷ്ട്രീയ നേതൃത്വം ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ഇതുപോലൊരു അത്യുന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മൾ കേരളത്തിൻ്റെ പോലീസിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഈ പോലീസ് നടപടിയുടെ ഭാഗമായിട്ട് MR അജിത്കുമാറാണ് സസ്പെൻഷനിലാകുന്നതെങ്കിലും ഇതിലൂടെ അടി മുഖത്ത് ഏറ്റിട്ടുള്ളത് പിണറായി വിജയനാണ് എന്നുള്ളതാണ്. ഇത്രയും ഫുൾ പ്രൂഫായിട്ട് ആ ഉത്തരവ് ഇറക്കിയതിന് നമ്മൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയെ അഭിനന്ദിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ നടന്ന ശബരിമലയിൽ നടന്ന ഏറ്റവും വലിയൊരു പെരുങ്കൊള്ളയിൽ CPM എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ 3 പ്രസിഡന്റുമാർ ജയിലിൽ പോകുന്ന ഒരു വളരെ ദയനീയമായിട്ടുള്ള, ഇംഗ്ലീഷ് പറഞ്ഞ പത്തറ്റിക് ആയിട്ടുള്ള ഒരു സാഹചര്യമല്ലേ ഇപ്പം ഇന്നിപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. SITയുടെ മുന്നിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെയും VN വാസവനെതിരെയും മൊഴിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളം ഏറ്റവും ശ്രദ്ധയോടെ കേട്ട 2 അന്വേഷണങ്ങൾ സംബന്ധിച്ചുള്ള വാർത്ത. ഒന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ചുള്ള പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ അന്വേഷിച്ച കാര്യങ്ങൾ. ഇവയിലൊക്കെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നടപടികൾ വന്നിരിക്കുകയാണ്. രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചു MR അജിത്കുമാർ എന്ന ADGP എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. തുടർന്ന് അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചന നടത്തി അന്വേഷണം അട്ടിമറിക്കുവാൻ അല്ലെങ്കിൽ കുറ്റക്കാരെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള നിർണായക ഇടപെടൽ നടത്തി എന്നതിൻ്റെ പേരിൽ റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ 2 സംഭവവും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് CPMനെ സംബന്ധിച്ച് വലിയ 2 പ്രഹരങ്ങൾ കൂടിയാവുകയാണ്. കൂടി എന്ന് പറയുന്നതിന് കാരണം ഒട്ടേറെ പ്രഹരങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അവർക്ക് ഏൽക്കേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ 2 പ്രഹരം കൂടി ഏറ്റിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് എഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള പ്രഹരങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു? അവർക്ക് ഇത് ഏത് തരത്തിലുള്ള ഭാവിയായിരിക്കും സമ്മാനിക്കാൻ പോകുന്നത്? പരിശോധിക്കാൻ നമുക്ക് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. MR അജിത്കുമാർ നമ്മുടെ രക്ഷാപ്രവർത്തന വിവാദവുമായി ബന്ധപ്പെട്ട് അത് നടന്ന അന്വേഷണവും അട്ടിമറിക്കുവാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നേരത്തെ വാർത്ത പുറത്തു വന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരായ അന്വേഷണം വൈകുന്നതിൽ അതൃപ്തിയും മറ്റുമൊക്കെ തന്നെ UDFനുള്ളിൽ നിന്നും പുറത്തു വരികയും ചെയ്തിരുന്നു. ഒടുവിൽ ഇപ്പോൾ അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ട്രൈബ്യൂണലിനെ സമീപിക്കും എന്നാണ്, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും ഈ തീരുമാനത്തിനെതിരെ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത്? ഇതിൽ ഈ UDFൽ നിന്ന് എതിർപ്പ് ഉയർന്നു എന്നുള്ള സംബന്ധിച്ച് എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇത് താമസിപ്പിച്ചു എന്ന് പറയുന്നത് സംബന്ധിച്ച് എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അത് ഞാനിവിടെ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചർച്ച ചെയ്ത് പോകുന്നില്ല. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ പോലീസിലെ ഈ ശ്രേണിയിലെ 2ാം സ്ഥാനക്കാരിൽ ഒരാളായിട്ടുള്ള ADGP, DGP കഴിഞ്ഞാൽ നേരെ താഴെയുള്ളതാണല്ലോ ADGP. ആ ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന് സസ്പെൻഷനിലായിരിക്കും. നമുക്കറിയാം, ഇതിനു മുമ്പ് പോലീസിലെ ഉന്നതരായിട്ടുള്ളവരെ കുറിച്ചിട്ട് ഒരു പിടി ആരോപണങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ടോമിൻ തച്ചങ്കരി, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, ADGP ഇപ്പോൾ ഇരിക്കുന്ന ശ്രീജിത്ത്, അയാൾക്കൊക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഉന്നത നിലവാരത്തിലുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി വരുന്നത് ഒരുപക്ഷെ കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ നടാടെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ഇതിനു മുമ്പ് യഥാർത്ഥത്തിൽ 2014 ഇപ്പോൾ ADGP ആയിരിക്കുന്ന ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളെയാണ് 2014 സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അയാൾ കൃത്രിമ സിം കാർഡ് ഉപയോഗിച്ചു, കൂടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അഴിമതി കേസിൽ പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് 2014 ഇപ്പോൾ ADGP ആയിട്ടുള്ള ശ്രീജിത്തിനെ അന്ന് സസ്പെൻഡ് ചെയ്തു. അന്നായിട്ട് DIG ആയിരുന്നു. എന്നാൽ ഒരു ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇതുപോലെ സസ്പെൻഷൻ പോലുള്ള അച്ചടക്ക നടപടി വരുന്ന ഒരുപക്ഷെ കേരളത്തിൻ്റെ പോലീസിൽ ആദ്യമായിട്ടിരിക്കാനാണ് സാധ്യത. നമ്മളിതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ അന്തർലീനമായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഭരണ നേതൃത്വം ക്രമസമാധാന പാലന ചുമതലയുള്ള പോലീസിനെ തങ്ങളുടെ കോടാലിക്കൈയായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ അന്തർലീനമായിട്ടുള്ള ഒരു സംഭവ വികാസം. ഓക്കെ. ഇപ്പോൾ
ഈ ADGP ഇയാളെ ഈ പിന്നെ MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള സസ്പെൻഷൻ ഉത്തരവുണ്ട്. ആ ഉത്തരവ് വായിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ആ ഉത്തരവിൽ ഈ രക്ഷാപ്രവർത്തനം എന്നും പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അതിഭീകരമായി മർദ്ദിക്കുന്നത് നമുക്ക് മനസ്സിൽ നമുക്ക് പോകില്ല നമ്മൾ. കറക്റ്റ്. ആ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ അന്ന് ADGP ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ ഏറ്റവും നിർണായകമായിട്ടുള്ള പൊസിഷനിൽ ഇരുന്ന ഈ അജിത് കുമാർ നേരിട്ട് എങ്ങനെയാണ് ഇടപെട്ടത് എന്നതിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിവുകൾ ആ സസ്പെൻഷൻ ഉത്തരവിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അയാൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയത്, ഈ കേസ് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയാൾ നേരിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ കാര്യങ്ങളെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള പോലീസ് അതിക്രമം നടത്തിയ പോലീസുകാരെ, ആ പോലീസുകാരെന്ന് പറഞ്ഞാൽ ആരാ? ആ പോലീസുകാരെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരാണ്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ നീചവും നികൃഷ്ടവുമായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ കൃത്യമായിട്ടുള്ള രേഖാചിത്രമാണ് ഇന്ന് നമുക്ക് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭരണകൂടം എങ്ങനെയാണ് പോലീസിനെ ഒരു 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 കോടാലി കൈയായി ഉപയോഗിക്കുന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ ഈ ADGP ആയിട്ടുള്ള ഈ MR അജിത് കുമാറിനെ കുറിച്ചിട്ട് നമ്മൾ ഒന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് 2020 നടന്ന ഒരു സംഭവമാണ്. 2020 ഈ ഗ്രീൻ ചാനലിൽ കൂടി സ്വർണം കടത്തുന്നതുമായി ബന്ധപ്പെട്ട ഉള്ള വിഷയം വന്നു. അതിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വിജയന് ഉള്ള പങ്ക് ചർച്ചയായി. അതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വനിത വരുന്നു. ആ വനിത അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 164 സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിന് കൊടുക്കുന്നു. അതെ. ആ 164 സ്റ്റേറ്റ്മെൻറ്റിൽ പിണറായി വിജയനെതിരായിട്ടുള്ള പരാമർശങ്ങളുണ്ട് എന്നുള്ള നിലയിൽ വലിയ വാർത്ത വരും. ആ വാർത്ത വരുന്ന സമയത്ത് പാലക്കാടുണ്ടായിരുന്ന ഈ സ്വപ്ന സുരേഷിനെ കാണാൻ ഷാജി കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ എത്തുന്നു. എന്നിട്ട് അവരെ സ്വപ്ന സുരേഷിനെ കാണുന്നു, സംസാരിക്കുന്നു. ആ ഷാജി കിരൺ എന്ന് പറഞ്ഞവൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ കൊടുത്ത 164 സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കുക എന്നുള്ളതാണ് ഈ ഷാജി കിരണിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതാണ് ഷാജി കിരണിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നമ്മളോട് പറഞ്ഞത് സ്വപ്ന സുരേഷ് തന്നെയാണ്. കാരണം സ്വപ്ന സുരേഷിനോട് ഇയാൾ പറയുന്നുണ്ട് നമ്പർ 1 അതിനകത്ത് നിന്ന് ഒഴിവാക്കാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നു. അങ്ങനെ സ്വപ്ന സുരേഷുമായി ഈ ഷാജി കിരൺ എന്ന് പറഞ്ഞ ആൾ സംസാരിച്ചിരുന്നതിൻ്റെ ഇടയിൽ അയാൾക്ക് നിരന്തരം കോളുകൾ വരുന്നു. ഏതാണ്ട് 1.5 ഡസൻ തവണ ഫോൺ കോൾ വന്നു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ആ കോള് വിളിച്ചപ്പോൾ അതിൻ്റെ അങ്ങേത്തലയിലിരുന്ന ആളാണ് MR അജിത് കുമാർ. ഓക്കെ. അന്ന് അയാൾ വിജിലൻസ് ഡയറക്ടറുടെ ചുമതലയും കൂടി വഹിക്കുന്നത്. അതെ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരായിട്ട് പരാമർശങ്ങൾ അടങ്ങുന്ന 164 സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിന് കൊടുത്ത ആ സ്ത്രീയുടെ അടുത്തേക്ക് വിജിലൻസിൻ്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു മാധ്യമപ്രവർത്തകനെ പറഞ്ഞു വിടുന്നു എന്ന് മാത്രമല്ല, അയാൾ ആ സ്വപ്ന സുരേഷിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നതിനിടയിൽ അങ്ങനെ ചോദിക്കുക, ഇങ്ങനെ ചോദിക്കുക എന്നൊക്കെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ച് പറയുകയാണ്. ഈ സ്വപ്ന സുരേഷ് തന്നെ അത് പറഞ്ഞു. അതിനുശേഷം ഒരു 1-2 മാസങ്ങൾക്ക് ശേഷം ഇയാൾ ഷാജി കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാധ്യമപ്രവർത്തകനുമായി MR അജിത് കുമാർ നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ കോൾ ലിസ്റ്റ് തന്നെ മാധ്യമങ്ങളിൽ വന്നു. ഏതാണ്ട് ഒരു 14-15 തവണ. മനസ്സിലായോ? അപ്പോൾ ഇതുപോലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്രമസമാധാന പാലന ചുമതലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? മനസ്സിലായി? അതാണ് ഇയാളുടെ ഒരു പ്രത്യേകത. അതവിടെ നടന്നു. അതിനുശേഷം അയാൾ ചെയ്തത് എന്താ? അതിനുശേഷം അയാൾ സ്വപ്ന സുരേഷിൻ്റെ കൂടെ ജീവിക്കുന്ന സരിത്ത് എന്ന് പറയുന്ന ഈ കേസിലെ മറ്റൊരു പ്രതിയെ സ്വപ്ന സുരേഷിൻ്റെ വീട്ടിൽ നിന്ന് വിജിലൻസിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വലിച്ചു പറിച്ച് അയാളെ എടുത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കളഞ്ഞു. ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യും എന്ന് നമുക്ക് സ്വപ്നത്തിൽ വിചാരിക്കാൻ കഴിയും. പിന്നെ അയാൾ ചെയ്തത് എന്താ? പൂരം അയാൾ കലക്കി എന്നുള്ള ആരോപണം ഉന്നയിച്ചത് ആരാ? മന്ത്രിസഭയിലെ 2ാമത്തെ കക്ഷിയായിട്ടുള്ള CPIയുടെ ഉന്നത നേതാവും മന്ത്രിയായിട്ടുള്ള K രാധനാണ് പറഞ്ഞത് ഇയാൾ പൂരം കലക്കിയെന്ന്. അപ്പം ആദ്യം അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചതെങ്കിൽ രണ്ടാമത് ചെയ്ത പ്രവർത്തനത്തിലൂടെ BJP ജയിപ്പിക്കാനാണ് അയാൾ ശ്രമിച്ചത്. BJP അവിടെ ജയിച്ചതിൻ്റെ പുറകിലും ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അന്ന് ഭരണകക്ഷിയിൽ നിന്ന് തന്നെ ആരോപണം. ഇതുവരെ അത് സംബന്ധിച്ചൊന്നും നടന്നിട്ടില്ല. പിന്നീട് അയാൾ എന്താ ചെയ്തത്?
പിന്നീട് വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വിജയൻ്റെ തീട്ടൂരവുമായി RSSൻ്റെ ഉന്നത നേതാക്കന്മാരെ കാണാൻ പോയി, രാം മാധവനെ കാണാൻ പോയി, ദത്താത്രേയ ഹൊസബോളയെ കാണാൻ പോയി. അപ്പോൾ നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? നമുക്ക് കാണാൻ കഴിയുന്നത് രാഷ്ട്രീയ നേതൃത്വം ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ഇതുപോലൊരു അത്യുന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മൾ കേരളത്തിൻ്റെ പോലീസിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ ഇയാൾക്ക് ഇന്ന് സസ്പെൻഷൻ കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ മുഖത്ത് അടി കിട്ടുന്നത് ആർക്കാണ്? പിണറായി വിജയൻ്റെ മുഖത്താണ് അടി കിട്ടുന്നത്. പിണറായി വിജയൻ എന്തൊക്കെ വൃത്തികേടുകൾക്ക് വേണ്ടി ഇയാൾ ഉപയോഗിച്ചോ അതിന് അയാൾ അനുഭവിക്കുമ്പോൾ പരോക്ഷമായിട്ടുള്ള അടി വിജയനിലൂടെ CPM-നുമാണ് കിട്ടുന്നത്. മനസ്സിലായി? ഇപ്പം പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രമസമാധാന പാലന ചുമതല നിഷ്പക്ഷമായി, ഇപ്പം ഇന്നത്തെ സസ്പെൻഷൻ ഓർഡറിൽ അത് പറയുന്നുണ്ട്. ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തിൽ ഇരകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഇരുന്നു കൊണ്ട് അതിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇയാൾ ശ്രമിച്ചതെന്നുള്ള കാര്യമാണ് അക്കമിട്ട് ഈ ഉത്തരവിൽ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോലീസ് നടപടി MR അജിത് കുമാറിനെതിരായിട്ടാണെങ്കിലും ഈ പോലീസ് നടപടിയുടെ ഭാഗമായിട്ട് MR അജിത് കുമാറാണ് സസ്പെൻഷനിലാകുന്നതെങ്കിലും ഇതിലൂടെ അടി മുഖത്ത് ഏറ്റിട്ടുള്ളത് പിണറായി വിജയനാണ് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കണം. ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും കിട്ടുന്നൊരു സന്ദേശമാണ്, രാഷ്ട്രീയക്കാരന് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കരുത്. രാഷ്ട്രീയക്കാരനോട് ഞെളിഞ്ഞു നിന്ന് ഇത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ഒരു ആർജവം പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ചില്ലെങ്കിൽ അവരുടെ അവസ്ഥ ഇതായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് കൂടി ഈ അച്ചടക്ക നടപടിയെ കാണണം എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിപ്പോൾ UDF അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ നടപടി ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, UDF പിന്നെ അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇയാൾ DGP ആകുമായിരുന്നു. അല്ലാതെ എന്താണ്? കാരണം ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി ഇത്രയേറെ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അയാൾക്ക് ഏറ്റവും ഉന്നത സ്ഥാനം കിട്ടുമായിരുന്നുള്ളതിനകത്ത് വല്ല സംശയമുണ്ട്. ഇനിയിപ്പോൾ അതേ ഈ 30-ാം തീയതി വരുന്ന 30-ാം തീയതി DGP ആയി പ്രൊമോഷൻ ലഭിക്കേണ്ടതായിരുന്നു. അത് കഴിയുമ്പോൾ തൊട്ടടുത്ത ദിവസം തൊട്ട് DGP ആയി പ്രൊമോഷൻ റാങ്കിലേക്ക് വരേണ്ടതായിരുന്നു. അതെ, യഥാർത്ഥത്തിൽ വിജയന്റെ കാലഘട്ടത്തിൽ DGP-യെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ലിസ്റ്റിൽ പോലും ഇയാളെ തിരികെ കയറ്റിയിരുന്നു. അതായത് ലോ ആൻഡ് ഓർഡർ DGP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ടവരുടെ ഒരു ലിസ്റ്റ് പോയിരുന്നല്ലോ കേന്ദ്രത്തിൽ, അതിൽ പോലും വിജയൻ ഇയാളെ ചേർത്തിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ വിജയനെ ഇത്രയും കൂടുതൽ സേവിച്ച ഒരു മനുഷ്യൻ, ആരോ പറഞ്ഞ പോലെ വിജയനെ അങ്കിളെന്ന് വിളിച്ചിരുന്നു എന്ന് പറയാം നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്വാഭാവികമായും വിജയൻ എവിടെ ഇരുത്തണോ അങ്ങേറ്റത്ത് ഒരു വലിയ ചക്രവർത്തിയായിട്ട് ഇരുത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സസ്പെൻഷനിലേക്ക് പോയിരിക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കും എന്നാണ് പറയുന്നത്. നിയമ നടപടി സ്വീകരിക്കും, ഇതിനെതിരെ നീങ്ങും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കാര്യം ഉണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ ആ 4 പേജിൻ്റെ ഉത്തരവ് വായിച്ചു നോക്കി. യഥാർത്ഥത്തിൽ ആ 4 പേജ് ഉത്തരവ് ഇറക്കിയത് ഇത്രയും ഫുൾ പ്രൂഫായിട്ട് ആ ഉത്തരവ് ഇറക്കിയതിന് നമ്മൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയെ അഭിനന്ദിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ലിയോ തന്നെ നേരത്തെ പറഞ്ഞു ഇത് നീട്ടിവെക്കാനുള്ള ശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ പ്രചരണമാണ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ നടത്തിയത്? ഇത് നീട്ടിവെക്കുന്നു, ഇത് നീട്ടിവെച്ചതിൻ്റെ ഭാഗമായി ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, UDF-നകത്ത് തന്നെ ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലൊരു പ്രമുഖ ചാനൽ നിരന്തരമായിട്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞെന്താണ്, ഈ ഫയൽ വിളിക്കുന്നില്ല, ഈ ഫയൽ ആഭ്യന്തരമന്ത്രി വിളിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രചരണമായിരുന്നു. അപ്പം വിളിപ്പിക്കുന്നില്ല, എന്താണിത് വിളിപ്പിക്കാത്തതെന്ന് അയാളോട് പത്രസമ്മേളനത്തിൽ ചോദിക്കുമ്പോൾ അയാൾ ആഭ്യന്തരമന്ത്രി പറയുന്നു ഇതിനൊരു നടപടിക്രമമുണ്ട്, DGP ആഭ്യന്തര സെക്രട്ടറി കൊടുക്കണം, ആഭ്യന്തര സെക്രട്ടറി എനിക്ക് തരണം, ഇതാണ് എൻ്റെ നടപടിക്രമം എന്ന് പറഞ്ഞപ്പോൾ അതിന് വിമർശനം ഈ ചാനൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഉന്നയിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനകത്ത് എന്തോ ഒരു മോട്ടീവ് ഉണ്ട് എന്നുള്ള നിലയിൽ പറയുന്നു. അവസാനം DGP എന്ത് ചെയ്തു, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് SIT-യോട് ആവശ്യപ്പെട്ടപ്പോൾ SIT-ക്ക് ഈ റിപ്പോർട്ട് DGP മടക്കി എന്ന് ഒരു കേരളത്തിൽ സുപ്രധാനമായിട്ടുള്ളൊരു ചാനൽ പറഞ്ഞു. അപ്പം രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വളരെ സുസംഘടിതമായിട്ടുള്ള ആക്രമണം കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ചാനലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടും അതിനൊന്നും വഴങ്ങാതെ നിങ്ങൾ ആ ലിയോ സസ്പെൻഷൻ ഉത്തരവ് വായിച്ചു നോക്കണം. എത്ര കാര്യകാരണ സഹിതമാണ് അത് പറയുന്നതെന്നറിയാം. 4 പേജുള്ള ഉത്തരവാണ്. ആ ഉത്തരവിനെതിരായി പോയാൽ അത് സുപ്രീം കോടതിയിൽ പോലും, അതായത് ട്രൈബ്യൂണലിലല്ല, സുപ്രീം കോടതിയിൽ പോലും ആ ഉത്തരവിനെതിരായി പോയാൽ അത് നിലനിൽക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പം ഇത്രയേറെ വിമർശനങ്ങൾ ഏറ്റിട്ടും ആ വിമർശനങ്ങളിലൊന്നും വഴങ്ങാതെ
തന്നെ കുരുക്കാനുള്ള ശ്രമങ്ങളിലൊന്നും വീഴാതെ രമേശ് ചെന്നിത്തല കൃത്യമായി വളരെ നിശബ്ദനായി നിന്നുകൊണ്ട് അത് ചെയ്തതിന് ആഭ്യന്തരമന്ത്രിയെ യഥാർത്ഥത്തിൽ നമ്മൾ അഭിനന്ദിക്കുക നമ്മൾ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ആഭ്യന്തരമന്ത്രിക്കെതിരെ ഒരു ആസൂത്രിത നീക്കം ചില മാധ്യമങ്ങൾ നടത്തുന്നു എന്നാണ് അങ്ങ് പറയുന്നത്. അല്ല, ഇത് ഞാൻ പറയുന്നത് കേരളത്തിലൊരു പ്രധാനപ്പെട്ട ചാനൽ, ഞാൻ എൻ്റെ പേര് പറയുന്നത്, എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അവർ സുസംഘടിതമായി, കാരണം ഓരോ ദിവസവും വാർത്തയാണ് ഇതിങ്ങനെ നീട്ടുന്നു, ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ, ഒരാഴ്ച കഴിഞ്ഞാൽ അയാൾ DGP ആവും എന്ന് പറയുന്നു. ആ ചാനൽ രാത്രി 8 മണിക്ക് എത്ര തവണ അന്തിച്ചർച്ച നടത്തി ഈ വിഷയത്തിൽ. ആ അന്തിച്ചർച്ചയിലെല്ലാം വന്നിരുന്നു കൊണ്ട് പിന്നെ ചർച്ചാ വിദഗ്ധന്മാർ പറയുന്നത് ഇത് ആഭ്യന്തരമന്ത്രി അട്ടിമറിക്കുകയാണ്, ഇത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അയാൾ DGP ആവും എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം ക്യാമ്പയിനാണ് നടത്തിയത്. ആ ക്യാമ്പയിനിലൊന്നും വീഴാതെ ഇന്നിപ്പോൾ ആ ചാനൽ എന്താ പറയുന്നറിയോ? ഇന്നിപ്പോൾ ആ ചാനൽ പറയുന്നത് വളരെ വിശദമായിട്ടുള്ള ഒരു അസാധാരണമായിട്ടുള്ള ഉത്തരവാണ്, ഈ ഉത്തരവ് ഇതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പം അഭിനന്ദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ചാനൽ ആഭ്യന്തരമന്ത്രിയോട് മാപ്പ് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ആ ചാനൽ ഇന്നെങ്കിലും ആഭ്യന്തരമന്ത്രിയെ ഒന്ന് അഭിനന്ദിക്കേണ്ടി ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, അതല്ല, കാരണം ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ സമയമുണ്ട്. അല്ലാതെ നമ്മൾ വെറുതെ സംശയിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് അങ്ങ് വ്യക്തമായി പറയുന്നത്. അതായത് ആഭ്യന്തരമന്ത്രി പറയുന്നതുപോലെ തന്നെ ഓരോ ഫയൽ ഓരോ സ്ഥലത്തേക്ക് എത്തുന്നതിന്, ഓരോ വ്യക്തിയുടെയും കീഴിലെത്തുന്നതിന് റെസ്പോൺസിബിളായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെയും ബന്ധപ്പെട്ട മന്ത്രിയുടെയും പക്കലേക്ക് ഒരു ഫയൽ എത്തുന്നതിന് അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്. അതിന് അപ്പുറത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ നടപടിക്രമം ലംഘിച്ചു അല്ലെങ്കിൽ അമിതാവേശം കാട്ടുമ്പോഴുണ്ടാകുന്ന പിഴവ്, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നിരിക്കണം. അല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താണെന്നറിയോ, ഇപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അയാൾ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞൊരു സ്ഥാനത്തായിരിക്കുന്നത്. ആ സ്ഥാനത്തിരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് ഈ രക്ഷാപ്രവർത്തന കേസ് ഒരു പ്രധാനപ്പെട്ട കേസായി വരാൻ കഴിയില്ല. അത് കോൺഗ്രസിനതായിരിക്കും, UDF-നതായിരിക്കും. പക്ഷേ ആഭ്യന്തരമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് പല കേസുകളിൽ ഒരു കേസാണ് ഈ കേസ്. എല്ലാ കേസുകൾക്കുമുള്ള നടപടിക്രമങ്ങളെ ഈ കേസിലും ആഭ്യന്തരമന്ത്രിക്ക് പാലിക്കാൻ കഴിയുള്ളൂ. മനസ്സിലായി? അതുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഈ കേസിൽ റിപ്പോർട്ട് DGPയുടെ കിട്ടിയിട്ടുണ്ട്, DGP അത് ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുക്കും, ആഭ്യന്തര സെക്രട്ടറി എനിക്ക് തരും. ഇപ്പം എന്താ സംഭവിക്കുമായിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കില്ലയോ? ഈ ചാനലുകൾ നടത്തിയ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രി ആ റിപ്പോർട്ടൊന്ന് വിളിച്ചു വരുത്തിയിരുന്നു എന്ന് വിചാരിക്കുക. അത് മാത്രം മതി MR അജിത്കുമാറിന്റെ ട്രൈബ്യൂണൽ പോകുമ്പോൾ രക്ഷപ്പെടുത്താൻ. കാരണം അയാൾ കോടതിയിൽ പറയും, കണ്ടോ ഈ കേസ് വിളിച്ചു വരുത്തി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് അതിനകത്ത് അവർ മോട്ടിവേറ്റഡ് ആണ്, അവർക്ക് നിശ്ചിത താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് വിളിച്ചു വരുത്തി എന്ന് പറയും. മനസ്സിലായി? അതുകൊണ്ടാണ് അത് അതിൻ്റെ നടപടിയിലൂടെ തന്നെ. അപ്പോൾ അന്ന് ചാനലുകൾ അന്ന് ഈ പ്രമുഖ ചാനൽ ചോദിച്ചു, കൊണ്ടോ വിളിച്ചു വരുത്തുന്നു പറഞ്ഞപ്പോഴത്തേക്ക് വിളിച്ചു വരുത്തില്ല എന്ന് പറഞ്ഞു. ഇത് വിളിച്ചു വരുത്തേണ്ട വിഷയമല്ലേ ഈ വിഷയം, ഈ വിഷയത്തിൽ മനഃപൂർവ്വം അട്ടിമറിക്കാനാണ് ശ്രമം എന്നൊക്കെ പറഞ്ഞതെല്ലാം ഇപ്പം അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാപ്പ് പറയേണ്ട ഈ ചാനലെങ്കിലും ആഭ്യന്തരമന്ത്രിയെ ഒന്ന് അഭിനന്ദിക്കാനുള്ളൊരു സാമാന്യ മര്യാദയെങ്കിലും ഈ ചാനൽ കാണിക്കണമായിരുന്നു എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന ഇൻസ്പെക്ടർ KP ടോംസൺ, അതുപോലെ DYSPമാരായ അരുൺ KS, സുനിൽ രാജ് എന്നിവർ SITക്ക് നൽകിയ മൊഴികളിൽ അജിത് കുമാറിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ പങ്കിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകളിൽ അജിത് കുമാർ അതൃപ്തി രേഖപ്പെടുത്തുകയും അന്വേഷണ ഡയറി പരിശോധിച്ച് കേസ് അവസാനിപ്പിക്കാൻ നേരിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് മൊഴി വന്നിരിക്കുന്നത്. ഒരു സൂപ്പർവൈസറി ഓഫീസർ എന്ന നിലയിലുള്ള ഇടപെടലുകൾ നിയമപരമായിരിക്കണമെന്നും നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതായിരിക്കണമെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ അജിത് കുമാറിൻ്റെ ഇടപെടലുകൾ നിയമവിരുദ്ധമായിരുന്നു എന്നും അത് ഇരകൾക്ക് നീതി നിഷേധിക്കുന്നതിനും പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനും കാരണമായി എന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഒരു വളരെ ശക്തമായ രീതിയിൽ ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു എന്ന് മാത്രമല്ല ADGP അജിത് കുമാർ നേരിട്ട് ഈ കേസ് റെഫർ ചെയ്യണം, ഇതിങ്ങനെ അങ്ങനെ ചെയ്താൽ പറ്റില്ല, ഇങ്ങനെ ചെയ്താൽ പറ്റില്ല എന്നൊക്കെ അയാൾ നേരിട്ട് പറഞ്ഞു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. പ്രതികളെ അയാൾ ഫോണിൽ വിളിച്ചു എന്നുള്ളതിന് ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അപ്പം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ മൊത്തത്തിൽ നമ്മളെടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അടി കിട്ടിയത് ശരിക്കും പിണറായി വിജയൻ്റെ കാരണത്തിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. ഇത് CPM-ന് വലിയ അടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരടിയല്ല, 2 അടിയാണ് ഒരൊറ്റ ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കിട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രശാന്തിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ. അപ്പോൾ സ്വർണ്ണക്കൊള്ള വിവാദം ഇപ്പോഴും അവസാനിക്കാതെ തന്നെ ഇങ്ങനെ സ്ട്രോങ് ആയി പോവുകയാണെന്ന് തോന്നുന്നു അല്ലേ? കേരളത്തിലെ 35-40% വരുന്ന ഹിന്ദു സമുദായത്തിൻ്റെ ഏറ്റവും വലിയ മഹാക്ഷേത്രമായിട്ടുള്ള ശബരിമല, നമ്മളത് പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ഗുരുവായൂരപ്പനായിട്ടല്ല അവിടെ പോകുന്നത്, എന്നാൽ ശബരിമലയിൽ അയ്യപ്പനായിട്ടാണ് പോകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന, ഓരോ വർഷവും ഭക്തന്മാരുടെ എണ്ണം
10,000-കണക്കിന് വർദ്ധിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദുക്കളുടെ ആരാധനാലയമായിട്ടുള്ള ശബരിമലയിൽ നടന്ന ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് വന്ന് അറസ്റ്റ് ചെയ്തു പോയത്. അതിൽ 1A പത്മകുമാർ, ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് 1A പത്മകുമാർ അയാൾ ജയിലിൽ കിടന്നു. N വാസു CPM-കാരൻ അയാൾ ജയിലിൽ കിടന്നു. ഇപ്പോൾ PS പ്രശാന്ത് CPM-കാരൻ അയാൾ ഇപ്പോൾ ജയിലിലേക്ക് പോയിരിക്കുന്നു. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, CPM-ന്റെ ഇടപെടൽ സംബന്ധിച്ച് ഇനി എന്താണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ എന്താണുള്ളത്? അവരുടെ 3 പ്രസിഡന്റുമാർ ശബരിമലയിൽ നടന്നൊരു പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയിരിക്കുന്നു. അതിൽ A പത്മകുമാറിൻ്റെ കാര്യം എടുക്കൂ. അയാൾ ഏതാണ്ട് ഒരു 1.5 മാസം ജയിലിൽ കിടന്നു. അയാളുടെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളി, ഹൈക്കോടതിയും തള്ളി. വിജിലൻസ് കോടതിയിൽ എനിക്ക് ഓർമ്മയുണ്ട്, മൊഹിത്ത് എന്നും പറഞ്ഞിട്ടൊരു ന്യായാധിപൻ ഈ ക്രൂരമായിട്ടുള്ള കൊള്ളയുടെ ഗൂഢാലോചനയിൽ ഇയാൾ പങ്കാളിയായിട്ടുണ്ട് എന്നാണ് മൊഹിത്ത് ആ വിധിന്യായത്തിൽ പറഞ്ഞത്. അതിനെതിരെ ഹൈക്കോടതി ചെന്നു, ഹൈക്കോടതിയും അയാളുടെ ജാമ്യം എടുത്ത് ദൂരെ കളഞ്ഞു. സുപ്രീം കോടതിയിൽ ചെന്നു, സുപ്രീം കോടതി അയാളുടെ ജാമ്യം എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇന്നും CPM-ന് ഇന്ന് ഈ നിമിഷത്തിലും ഇപ്പോൾ വലിയ തെറ്റിദ്ധരുത്തൽ എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അല്ലെങ്കിൽ ഈ നിമിഷത്തിലും A പത്മകുമാറിനെ CPM-ന് പുറത്താക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും സസ്പെൻഷനിൽ മാത്രമാണ് നിർത്തിയിരിക്കുന്നത്. അത് ചിലരൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില ഭീഷണിയുണ്ട്. അതായത് നടപടി വന്നാൽ ഞാൻ പറയും കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ആ നടപടിക്ക് മുമ്പിൽ ബാലി ഉരുട്ടുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറഞ്ഞ പാർട്ടി. ഇപ്പോൾ PS പ്രശാന്ത് എന്ന് പറഞ്ഞവനെ ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയാൾ എന്താ ശരിക്കും യഥാർത്ഥത്തിൽ ചെയ്തത്? ഹൈക്കോടതി പറഞ്ഞെന്താ, ദേവസ്വം ബെഞ്ച് പറഞ്ഞെന്താ? 2019 A പത്മകുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ കൊള്ള മറച്ചു വെക്കാൻ വേണ്ടി 2025 ഇയാൾ പണിയെടുത്തി എന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഗൂഢാലോചന ചെയ്തു. അപ്പോൾ അയാളുടെ ഗൂഢാലോചന ആ റിമാൻഡ് റിപ്പോർട്ടിൽ അസന്നിഗ്ധമായിട്ട് ആ ഗൂഢാലോചന അതിനകത്ത് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? കേരളത്തിൽ നടന്ന ശബരിമലയിൽ നടന്ന ഏറ്റവും വലിയൊരു പെരുങ്കൊള്ളയിൽ CPM എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ 3 പ്രസിഡന്റുമാർ ജയിലിൽ പോകുന്ന ഒരു വളരെ ദയനീയമായിട്ടുള്ള, ഇംഗ്ലീഷ് പറഞ്ഞാൽ പത്തറ്റിക് ആയിട്ടുള്ള ഒരു സാഹചര്യമല്ലേ ഇപ്പം ഇന്നിപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഏത് മേഖലയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ PSCയുടെ വിഷയം തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ കേസ് അട്ടിമറിയുടെ കാര്യമാണെങ്കിലും, കേസൊക്കെ ആണെങ്കിൽ താല്പര്യമുള്ള രീതിയിൽ വളച്ചൊടിക്കുവാൻ സാധിക്കുന്ന ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള കുറേയേറെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഇവിടെയും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൻ്റെ അന്വേഷണവും ഒരല്പം ഇഴഞ്ഞു നീങ്ങുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെയും വിമർശനം ഉയരും, സർക്കാരിനെതിരെ വിമർശനം ഉയരും. ഇതിൽ ഒരു ശുഷ്കാന്തിയില്ല, ആത്മാർത്ഥതയില്ല എന്നുള്ള ഒരു പഴി കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ ഒരു റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു PS പ്രശാന്ത്. കൂടുതൽ പേർ ഇതിലേക്ക് ഇനിയും എത്തുമെന്നോ അങ്ങ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവരിൽ നിന്ന് തന്നെ ഒതുങ്ങേണ്ടതല്ല, ഉന്നതരിലേക്ക് പോകേണ്ടതാണ്. അവരൊക്കെ തന്നെ ഇപ്പോൾ പുകമറയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അല്ല, ഈ ശബരിമല കൊള്ള സംബന്ധിച്ച് സുപ്രധാനമായൊരു നിരീക്ഷണം എനിക്ക് നടത്താനുണ്ട്. ഞാനിപ്പോൾ ഈ PS പ്രശാന്തിൻ്റെ കൂടിയ അറസ്റ്റിനെ തുടർന്ന് ഞാൻ കേട്ടത്, ഇത് PS പ്രശാന്തിൽ വരെ എത്തിച്ചിട്ട് ഇതങ്ങ് പൂട്ടിക്കെട്ടാനുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്കിപ്പോൾ കിട്ടുന്ന വിവരം. പണ്ട് എനിക്കിത് കേട്ടപ്പോൾ ശരിക്കും ലാവ്ലിൻ കേസാണ് ഓർമ്മ വന്നത്. ലാവ്ലിൻ കേസിലും K മോഹനിലും PK കുഞ്ഞനന്ദനിലും ഒക്കെ അതങ്ങ് അവസാനിപ്പിച്ച് അതിനകത്ത് കൂടാലോ നടത്തിയവരുടെ എനിക്കൊന്നും പോയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ കേസിലും PS പ്രശാന്തിൽ ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമമുണ്ടോ എന്നുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള സംശയം ഉയർന്നിട്ടുണ്ട്. ഞാൻ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അതെനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണിച്ചിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും പറഞ്ഞത് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ലിയോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ശബരിമല കൊള്ള ആരാ പുറത്തു കൊണ്ടുവന്നത്? ഹൈക്കോടതിയാണ് പുറത്തു കൊണ്ടുവന്നത്. സുവമോട്ടോ കേസിലാണ്. ജസ്റ്റിസ് രാജാ വിജയരാഘവനും KV ജയകുമാറും കൂടെ ചേരുന്ന ദേവസ്വം ബെഞ്ചാണ് ഇത് പുറത്തു കൊണ്ടിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2025 ഓഗസ്റ്റിലോ മറ്റോ ആണ് അവരാദ്യം ഈ കേസ് എടുക്കുന്നത്. അതിനുശേഷം അവരെന്ത് ചെയ്തു? അവർ SITയെ നിയമിച്ചു. SITയിൽ ആരൊക്കെ ഉണ്ടാവണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെയൊക്കെ സാധാരണ ഉണ്ടാവാറില്ലാത്തതാണ്. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് നടന്നതെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽഡായിട്ട് അവർ തന്നെ പറഞ്ഞു. SITക്ക് അവരാണ്ട് നിർദ്ദേശം കൊടുക്കുന്ന പോലെയായിരുന്നു.
അങ്ങനെ SIT ചടുലമായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പിന്നെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, പിന്നെ M വാസുവിനെ അറസ്റ്റ് ചെയ്തു. അവിടം വരെയൊക്കെ ഈ പറഞ്ഞതുപോലെ ത്വരിതഗതിയിൽ ഇത് മുന്നോട്ട് പോയി. ഓക്കെ. അതിനുശേഷം പിന്നീട് ഒരു ചെറിയ സെറ്റ് ബാക്ക് വന്നു. എങ്ങനെ സെറ്റ് ബാക്ക് വന്നു? ശങ്കരദാസ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു വിവാദം വന്ന ഓർമ്മയില്ലേ? അയാൾ ചാവാൻ കിടക്കുക എന്നൊക്കെ പറഞ്ഞ് ആശുപത്രിയിൽ പോയി. അതിനകത്ത് പിന്നെ ജസ്റ്റിസ് ഹേമദുർദീൻ ഇടപെട്ടിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ SIT രൂപീകരിച്ചത് പിന്നെ 2025 ഒക്ടോബർ 10 SIT രൂപീകരിക്കുന്നത്, ഈ ദേവസ്വം ബെഞ്ച്. അന്ന് SITക്ക് കൊടുത്തത് 1.5 മാസത്തെ സമയമാണ്. ഇന്നിപ്പം നോക്കിയേ, 9 മാസം കഴിഞ്ഞിരിക്കുന്നു. എത്ര തവണ SITക്ക് സമയം നീട്ടിക്കൊടുത്തു? ഈ 9 മാസമാണ് നടന്നതെന്താ? പ്രതികൾ മുഴുവൻ ജാമ്യത്തിൽ പോയി, കുറ്റപത്രം സമർപ്പിച്ചില്ല, ഇപ്പോഴും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ചത്തെ വിധി, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് പോകുന്ന വിധിയിൽ പിന്നെ ഹൈക്കോടതി ഉടനടി ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഇവർ എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും 30 ദിവസം നീട്ടിക്കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഉടനടി കുറ്റപത്രം സമർപ്പിക്കണം. അപ്പം 1.5 മാസം സമയം കൊടുത്ത് അന്വേഷണം ആരംഭിച്ച ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഗവൺമെൻറ് ഒന്നും ചെയ്യാറില്ല. ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള ഈ SIT 9 മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, ഒരു തൊണ്ടി മുതൽ അവർ പിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ രാസപരിശോധന എന്നും പറഞ്ഞൊരു ഗിമ്മിക്ക് കാണിച്ചു, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. ആദ്യം VSSCയിലൊക്കെ കുറേ ആൾ കൊടുത്തു, അത് കഴിഞ്ഞ് VSSCയിൽ ഒരു പുല്ലും ചുക്കും ചുണ്ണാമ്പും കണ്ടുപിടിച്ചില്ല. ഇപ്പോൾ എന്തോ ജംഷഡ്പൂരിൽ എന്തോ കൊടുത്തിരിക്കുന്നു പറയുന്നു, ഒന്നും അറിയത്തില്ല. ഇപ്പോൾ കുറ്റപത്രം കൊടുക്കണം എന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മൾ ഈ അന്വേഷണത്തിൽ നമ്മളത് ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? നമുക്ക് കാണാൻ കഴിയുന്നത് 2025 ഡിസംബർ 9-നും 11-നും നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം SITയുടെ അന്വേഷണം 1 ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശബരിമല വലിയ വിഷയമായി. അതെ, UDF ജയിച്ചു. UDF ജയിച്ചോടുകൂടി ഏതാണ്ട് ഈ അന്വേഷണം മരിച്ച പോലെയായി. പിന്നീട് ഡിസംബർ കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അനങ്ങിയിട്ടില്ല, 1 ഇഞ്ച് അനങ്ങിയിട്ടില്ല ഈ അന്വേഷണം. അതിൻ്റെ ഇടയിൽ അന്വേഷണം ത്വരിതഗതിയിലാക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ദേവസ്വം ബെഞ്ചും വേണ്ടിയില്ല. എന്നിട്ട് എന്ത് ചെയ്തു? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, UDF ജയിച്ചു. കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും സജീവമായിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? PS പ്രശാന്തിനെ ഇത് 2019 കള്ളത്തരം മറയ്ക്കാനാണ് 2025 നടന്നത്. അതുകൊണ്ട് PS പ്രശാന്തുമായി ബന്ധപ്പെട്ട് അയാളുടെ കാലത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ട്, അതുകൊണ്ട് സെപ്പറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്ന് SITയോട് പറഞ്ഞു. ആര് പറഞ്ഞു? ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടും SIT കേസ് രജിസ്റ്റർ ചെയ്തില്ല. ഇത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന SIT പോലും ഈ ഹൈക്കോടതിയുടെ ഉത്തരവുകൾ പാലിക്കുന്നില്ല. ഓക്കെ. എന്നിട്ട് അവസാനം ഹൈക്കോടതി ചെന്നിട്ട് ഇവരെന്ത് പറഞ്ഞെന്നറിയാമോ? പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല, ഇപ്പോൾ ഉള്ളതിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് അന്വേഷിക്കാം എന്ന് പറഞ്ഞു. ഇയാളെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ വലിയ വിമർശനം വന്നു. ഞാനൊക്കെ വലിയ വിമർശനമുണ്ട്. ഇപ്പം എൻ്റെ വിമർശനം കൊണ്ടാണെന്ന് ഞാൻ പറയുന്നത്. വലിയ വിമർശനം വന്നു, ഇയാളെ ഇപ്പം അറസ്റ്റ് ചെയ്തു. ഇപ്പം കേൾക്കുന്നത് എന്താ? ഇപ്പം കേൾക്കുന്നത് ഇതിലിവിടെ അങ്ങ് തീർക്കാനുള്ള പണിയാണ്. എനിക്ക് ഉന്നതങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം എന്ന് പറഞ്ഞാൽ SITയുടെ മുന്നിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെയും VN വാസവനെതിരെയും മൊഴിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ നീക്കം എന്ന് പറയുന്നത് ഈ PS പ്രശാന്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഈ കടകംപള്ളി സുരേന്ദ്രനെയും വാസവനെ ഉൾപ്പെടെ രക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുള്ള സംസാരം ഇപ്പം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ശബരിമല കൊള്ള സംബന്ധിച്ച് പിന്നെ SITക്കും കോടതിക്കും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, ഇത് ഈ PS പ്രശാന്തിൽ തീർക്കാതെ ഇതിന് മുകളിൽ ഇതിനകത്ത് ഒത്താശ ചെയ്തിട്ടുള്ളവരിലേക്ക് അന്വേഷണം പോട്ടല്ലേ? ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് വന്നപ്പോൾ എത്രയോ ഫോട്ടോകൾ വന്നു, ഓർമ്മയില്ലേ നമുക്ക്? ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് വന്നു, അയാളുടെ അച്ഛനുമായിട്ട് വന്നു, അയാളുടെ പിന്നെ മകനുമായിട്ട് വന്നു, എവിടെയൊക്കെ എന്തൊക്കെ ഫോട്ടോകൾ വന്നു. അതിനെക്കുറിച്ചിട്ടൊന്നും ഒരു പോരാനൊക്കില്ല. അതിൽ ദേവസ്വം മന്ത്രി ഒരു ഇച്ചിരി അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളൊരു നീക്കമുണ്ട്. ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ദേവസ്വം മന്ത്രിക്ക് പിന്നെ നിവേദനം കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഉള്ള അന്വേഷണം വേണം. എന്തായാലും ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT നടത്തിയിട്ടുള്ള അന്വേഷണം ഇതുവരെയുള്ള അതിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കിയാൽ അതൊരു ഡാം സ്ക്വിബ്, അതായത് ഒരു നനഞ്ഞ പടക്കമായിരുന്നു എന്നുള്ളൊരു നിരീക്ഷണത്തിലാണ് അത് ഏറ്റവും കൂടുതൽ പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് എത്താൻ കഴിയുന്നത്. തീർച്ചയായിട്ടും എന്തായാലും വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു നിരീക്ഷണമാണത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം
അട്ടിമറിക്കപ്പെടുമോ എന്നൊരു സംശയം ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് വന്നു പോവുകയാണ്. ഇതൊരു നനഞ്ഞ പടക്കമായി മാറുന്നു. PS പ്രശാന്തിൽ അവസാനിപ്പിക്കുവാൻ അന്വേഷണം ഫുൾ സ്റ്റോപ്പ് ഇടുവാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉന്നതരിലേക്ക് അന്വേഷണം നീളാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു, മൊഴി പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ചില വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്നും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കുറ്റക്കാരൻ എല്ലാവരെയും അഴിക്കുള്ളിലാക്കുന്ന തരത്തിലേക്കുള്ള ആത്മാർത്ഥമായ അന്വേഷണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളും, സംശയത്തോടെ മാത്രം നോക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ, നിങ്ങളുടെ ആത്മാർത്ഥതയെ ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ, അതിന് നേതൃത്വം നൽകുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം എവിടെ ചെന്ന് നിൽക്കും എന്നുള്ള ഒരു കാര്യം. മറ്റൊന്ന്, MR അജിത് കുമാറിനെതിരെ ഏറ്റവും ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു സസ്പെൻഷൻ ഓർഡറാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. തിടുക്കം കാണിക്കാതെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് പൂർണ്ണമായി പൂട്ടുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സംതൃപ്തി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. കാത്തിരുന്ന് കാണാം നമുക്ക് ഈ കേസുകളുടെയൊക്കെ തന്നെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും എന്ന്. വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.